നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് 101 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര? വാട്ട് അബൌട്ട് 1001? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ 1001 ആയാലോ? 13, 24, 35 എക്സെട്ര ഇതാണ് ശ്രേണി. ഇതിൽ 101 ഒരു പദമാണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിൽ 101 ഒരു പദമാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ 101 ഇതിലൊരു പദമാണ് എന്ന് വിചാരിക്കുകയാണ്, നമ്മൾ ഊഹിക്കുകയാണ് 101 ഇതിലൊരു പദമാണ്. ഇനി ഇതിൻ്റെ പൊതുവ്യത്യാസം നമുക്ക് നോക്കാം. 24 - 13 ആണ് പൊതുവ്യത്യാസം, സമം 11. 11 ഇതിലെ പൊതുവ്യത്യാസം. ഈ പൊതുവ്യത്യാസം 11 ആദ്യപദമായ 13ൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂട്ടുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. 24ൻ്റെ കൂടെ വീണ്ടും ഒരു 11 കൂട്ടുമ്പോൾ 35 കിട്ടുന്നു. വീണ്ടും ഒരു പൊതുവ്യത്യാസമായ 11 കൂട്ടുമ്പോഴാണ് ഓരോ പദങ്ങളും കിട്ടുന്നത്. ഇതുപോലെ 11 കൂട്ടി കൂട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന സംഖ്യകളെല്ലാം, പദങ്ങളെല്ലാം ഈ ശ്രേണിയിലെ പദങ്ങളാണ്. അങ്ങനെ ഇതിൽ ഓരോ പദങ്ങളും ഓരോ 11കൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. ഈ 101 അതേപോലെ 11കൾ കൂട്ടുമ്പോൾ കിട്ടുന്ന പദമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. 13ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 101 കിട്ടിയത് എന്നറിയാൻ 101ൽ നിന്ന് 13 മൈനസ് ചെയ്താൽ മതി. ആ കിട്ടുന്ന വ്യത്യാസം 11കളുടെ കൂട്ടമാണോ 11ൻ്റെ ഗുണിതം മൾട്ടിപ്പിൾ ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ 13ൽ നിന്ന് 101ലേക്കുള്ള ഈ മാറ്റം, അതിനെയാണ് നമ്മൾ പദമാറ്റം, ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ടേം ഡിഫറൻസിനെ, ആ പദമാറ്റത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ 13നും 101നും ഇടയ്ക്കുള്ള ആകെ വ്യത്യാസത്തിൽ എത്ര പൊതുവ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവയുടെ ഹരണഫലം ഒരു എണ്ണൽ സംഖ്യയാണെങ്കിൽ അത്രയും പൊതുവ്യത്യാസങ്ങൾ 13ൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് 101 കിട്ടുന്നത്. അതേസമയം അതൊരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ, ദശാംശ സംഖ്യയാണെങ്കിൽ 13നും 101നും ഇടയ്ക്കുള്ള ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയതല്ല. അതുകൊണ്ട് 101 ഈ ശ്രേണിയിലെ ഒരു പദമല്ല എന്ന് പറയാം. എണ്ണൽ സംഖ്യയാണെങ്കിൽ അത്രയും പൊതുവ്യത്യാസം 13ൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് അത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 101 ഈ ശ്രേണിയിലെ ഒരു പദമാണെന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സ്ഥാനമാറ്റം ഇൻറ്റു പൊതുവ്യത്യാസം സമം പദമാറ്റം, പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ്. അവിടെ നമുക്ക് പൊതുവ്യത്യാസമാണ് കാണേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഡി സമം പദമാറ്റം ബൈ സ്ഥാനമാറ്റം, ഡി സമം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പൊതുവ്യത്യാസവും അറിയാം, പദമാറ്റവും അറിയാം. സ്ഥാനമാറ്റത്തിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്, 101ൻ്റെ സ്ഥാനത്തിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല സ്ഥാനമാറ്റം സമം പദമാറ്റം ബൈ പൊതുവ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ ഡി എന്ന് എഴുതാം. ഇവിടെ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 13ൻ്റെ സ്ഥാനം 1, 101ൻ്റെ സ്ഥാനം n. അപ്പോൾ 1ൽ നിന്ന് n-ലേക്കുള്ള മാറ്റം n-1. അതിനനുസരിച്ചുള്ള പദത്തിൻ്റെ മാറ്റം 13ൽ നിന്ന് 101ലേക്കാണ്. അപ്പോൾ 101 - 13. ഈ വ്യത്യാസത്തിനെ നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട്, കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുകയാണ്. കോമൺ ഡിഫറൻസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. 11 സമം 88 ബൈ 11. 88 ബൈ 11 സമം 8. അതായത് n-1 സമം 8. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 101ൻ്റെയും 13ൻ്റെയും വ്യത്യാസമായ 88 പൊതുവ്യത്യാസമായ 11കളുടെ കൂട്ടമാണ്, 11ൻ്റെ മൾട്ടിപ്പിൾ ഗുണിതമാണ്. അതുകൊണ്ട് 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. n-1 ഒരു എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. n-1 is a natural number. Therefore, 101 is a term of this sequence. ഇതുപോലെ തന്നെ 13, 24, 35 എക്സെട്ര ഈ ശ്രേണിയിൽ 1001 ഒരു പദമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1001 ഈ ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. കോമൺ ഡിഫറൻസ് 11 തന്നെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 13ൻ്റെ സ്ഥാനം 1 ആണ്, 1001ൻ്റെ സ്ഥാനം നമുക്കറിയില്ല, അത് nth ടേം n-ാം പദം. സ്ഥാനമാറ്റം സമം പദമാറ്റം ബൈ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം സമം സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 1ൽ നിന്ന് n-ലേക്കാണ്. അപ്പോൾ n-1 സമം പദമാറ്റം 13ൽ നിന്ന് 1001ലേക്ക്, 1001 - 13 കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 11 സമം 988
11 13നും 1001നും ഇടയ്ക്കുള്ള ഈ വ്യത്യാസമായ 988 എന്ന് പറയുന്നത് 11കളുടെ കൂട്ടമാണോ 11ന്റെ മൾട്ടിപ്പിൾ ആണോ ഗുണിതമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് 11 കൊണ്ട് 988നെ ഹരിച്ചാൽ മതി. 11 കൊണ്ട് 988നെ ഹരിക്കുമ്പോൾ 11 98 99 ആണെങ്കിൽ 9 പ്രാവശ്യം പോയേനെ. ഇപ്പോൾ 8 പ്രാവശ്യം, അപ്പോൾ 88 മൈനസ് ചെയ്യുമ്പോൾ 0 1 8 ഇറക്കിയിട്ടപ്പോൾ 108. 108ൽ 11 9 പ്രാവശ്യം 99 മൈനസ് ചെയ്യുമ്പോൾ 9. ഇവിടെ ശിഷ്ടം റിമൈൻഡർ 9 ആണ്. ഇനി നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ദശാംശ സ്ഥാനം ഇട്ട് 9ന്റെ കൂടെ 0 ചേർത്ത് 11 90ൽ 8 പ്രാവശ്യം 88 അങ്ങനെ ശിഷ്ടം റിമൈൻഡർ 2 അങ്ങനെ പോവുകയാണ്. ഇത് 89.88 എക്സിട്ര. 988നെ 11 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലം 89.8 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയല്ല, ഒരു എണ്ണൽ സംഖ്യയല്ല. അതിനർത്ഥം 11ന്റെ കൂട്ടമല്ല 988, 11ന്റെ ഗുണിതം മൾട്ടിപ്പിൾ അല്ല 988. അപ്പോൾ ഈ ശ്രേണിയിൽ 1001 ഒരു പദമല്ല. n-1 ഒരു എണ്ണൽ സംഖ്യ അല്ലാത്തത് കൊണ്ട് 1001 ഈ ശ്രേണിയിലെ ഒരു പദമല്ല. n-1 is not a natural number. Therefore, 1001 is not a term in this sequence. Second question. In the table below, some arithmetic sequences are given and two numbers against each. Check whether the numbers are terms of the respective sequences. ഇവിടെ 5 അരിത്തമാറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് 2 നമ്പേഴ്സും ഉണ്ട്. ഈ നമ്പേഴ്സ് ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ടേബിൾ എബവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസസ്. ഏതെങ്കിലും നമ്പർ ഈ സീക്വൻസിലെ ടേം ആണെങ്കിൽ അതിൻ്റെ പൊസിഷനും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും ഈ ടേബിളിനോട് അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് നോക്കാം. ചുവടെയുള്ള പട്ടികയിൽ ചില സമാന്തര ശ്രേണികളും ഓരോ ശ്രേണിയുടെയും നേർക്ക് 2 സംഖ്യകളും എഴുതിയിട്ടുണ്ട്. സംഖ്യകൾ ഓരോന്നും അതത് ശ്രേണിയിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക. അതോടൊപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടി, മുകളിലെ പട്ടികയിൽ അതാത് ശ്രേണിയിൽ വരുന്ന സംഖ്യകൾ ശ്രേണിയിലെ എത്രാമത്തെ പദമായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതും ഈ ടേബിളിനോട് കൂടി ചേർന്നിട്ടുള്ള ചോദ്യമായതുകൊണ്ട് നമുക്ക് ഈ 2 ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് നോക്കാം. 11, 22, 33 എക്സിട്ര ഈ സമാന്തര ശ്രേണിയിൽ 123 ഒരു പദമാകുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 123 ഈ ശ്രേണിയിൽ ഒരു പദമാണോ എന്ന് നമുക്കറിയില്ല. ഈ ശ്രേണിയിൽ ഒരു പദമാണ് 123 എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി പൊതുവ്യത്യാസം ഡി നോക്കാം. 22 മൈനസ് 11 ആണ് പൊതുവ്യത്യാസം. 22 മൈനസ് 11 സമം 11. 11 ആണ് പൊതുവ്യത്യാസം. ഇനി 11ന്റെ സ്ഥാനം 1, 123ന്റെ സ്ഥാനം നമുക്കറിയില്ല. അത് നമ്മൾ n ആണെന്ന് വിചാരിക്കുന്നു, nth ടേം. ഇനി നമുക്ക് ഫോർമുല അറിയാം. സ്ഥാനമാറ്റം സമം പദമാറ്റം ബൈ പൊതുവ്യത്യാസം. പൊസിഷൻ ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ കോമൺ ഡിഫറൻസ്. സ്ഥാനമാറ്റം എന്നുള്ളത് 1ൽ നിന്ന് n-ലേക്കാണ്. അപ്പോൾ n-1 സമം പദമാറ്റം 11ൽ നിന്ന് 123ലേക്ക്. അപ്പോൾ 123 മൈനസ് 11 പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ബൈ 11 സമം 112 ബൈ 11. 11ന്റെ ഗുണിതം മൾട്ടിപ്പിൾ അല്ല 112, 11കളുടെ കൂട്ടമല്ല 112. അപ്പോൾ ഈ 11ന്റെ കൂടെ 11 കൂട്ടി കിട്ടുന്ന ഈ സംഖ്യകൾ പോലെ 11 കൂട്ടിയാൽ നമുക്ക് 123 കിട്ടില്ല. അതുകൊണ്ട് ഈ 123 എന്നുള്ളത് ഈ ശ്രേണിയിലെ ഒരു പദമല്ല. അപ്പോൾ നമ്മുടെ ടേബിളിൽ ഏതൊരു പദമാണോ അല്ലേ എന്ന് ചോദിച്ചെടുത്ത് നമുക്ക് അല്ല എന്നെഴുതാം, നോ എന്നെഴുതാം. 11, 22, 33 എക്സിട്ര ഈ ശ്രേണിയിൽ 132 ഒരു പദമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 11 തന്നെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. 11ന്റെ സ്ഥാനം 1, 132ന്റെ സ്ഥാനം n. സ്ഥാനമാറ്റം എന്ന് പറയുന്നത് n-1 സമം പദമാറ്റം എന്ന് പറയുന്നത് 11ൽ നിന്ന് 132ലേക്ക്. അപ്പോൾ 132 മൈനസ് 11 ബൈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11 സമം 132ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ 121 ബൈ 11. അപ്പോൾ 11 121ൽ 11 പ്രാവശ്യമാണ് ഹരിച്ചു പോകുന്നത്. അപ്പോൾ 11ന്റെ ഗുണിതമാണ് 121, മൾട്ടിപ്പിൾ ആണ്. അതായത് പൊതുവ്യത്യാസം 11 ഈ ആദ്യ പദത്തിൻ്റെ കൂടെ കൂട്ടി പോകുമ്പോൾ നമുക്ക് 132 കിട്ടും. കാരണം ഇവയ്ക്കിടയ്ക്കുള്ള അകലം 11കളുടെ കൂട്ടമാണ്. 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ്.
121/11 സമം 11. 11 ഒരു എണ്ണൽ സംഖ്യയാണ്, പൂർണ്ണസംഖ്യയാണ്. ഈ സംഖ്യ 132 ഈ ശ്രേണിയിൽ ഒരു പദമാണ്. അപ്പോൾ ടേബിളിൽ നമുക്ക് പദമാണോ അല്ലയോ എന്നുള്ളിടത്ത് യെസ് എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ നമ്മളോട് പറഞ്ഞിരുന്നു അത് പദമാണെങ്കിൽ എത്രാമത്തെ പദം. അപ്പോൾ നമുക്ക് n-1 സമാണ് 11 എന്ന് കിട്ടിയിരിക്കുന്നത്. n ആണ് 132ൻ്റെ സ്ഥാനമായിട്ട് എടുത്തത്. 11ൻ്റെ കൂടെ 11 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അതിനർത്ഥം 11ന് ശേഷം 11 പദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ 11 പദങ്ങളുടെ കൂടെ ഈ ഫസ്റ്റ് ടേമായ ഈ 11 കൂടെ കൂട്ടുമ്പോൾ 12 പദമാണ് ആകെ ഉണ്ടാവുക. 12ാമത്തെ പദമാവും 132. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. n-1 സമം 11 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ n സമം 11. ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1. ഈ +1 എന്നുള്ളത് ആദ്യ പദത്തിൻ്റെ എണ്ണമാടിയും കൂട്ടുമ്പോഴാണ് 11ൻ്റെ കൂടെ ഒരു ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 12. 132 12ാമത്തെ പദമാണ്. അപ്പോൾ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ആൻസറും കൂടെ ചേർത്ത് എഴുതുക. ടേബിളിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 12, 23, 34 എക്സിട്ര. ഈ ശ്രേണിയിൽ 100 ഒരു പദമാകുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 100 ഈ ശ്രേണിയിലെ പദമാണോ എന്ന് നമുക്കറിയില്ല. 100 ഈ ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി പൊതുവ്യത്യാസം D 23 - 12 സമം 11. ഇനി 12ൻ്റെ സ്ഥാനം 1, 100ൻ്റെ സ്ഥാനം n. സ്ഥാനമാറ്റം എന്ന് പറയുന്നത് n-1 സമം പദമാറ്റം എന്നുള്ളത് 12ൽ നിന്ന് 100ലേക്ക്. അപ്പോൾ 100 - 12 അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം /11 സമം 100 - 12 എന്ന് പറയുന്നത് 88/11 സമം 8. 12നും 100നും ഇടയ്ക്കുള്ള വ്യത്യാസമായ 88 എന്നുള്ളത് 11കളുടെ കൂട്ടമാണ്. 11ൻ്റെ മൾട്ടിപ്പിൾ ഗുണിതമാണ്. ഈ 100 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. അപ്പോൾ നമുക്ക് ടേബിളിൽ യെസ് എന്ന് കൊടുക്കാം. ഇനി ആണെങ്കിൽ അത് എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ n-1 ആണ് നമുക്ക് 8 എന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് n സമം 8 -1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +1 സമം 9. അതായത് 100 എന്നത് ഈ ശ്രേണിയിലൊരു പദമാണ്. അത് 9ാമത്തെ പദമാണ്. ഈ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചേർത്തെഴുതുക. അപ്പോൾ 12, 23, 34 എക്സിട്ര ഈ ശ്രേണിയിൽ 1000 ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. nth ടേം, ഇത് ഫസ്റ്റ് ടേം. പൊതുവ്യത്യാസം 11 സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി n-1 സമം സ്ഥാനമാറ്റം n-1 1ൽ നിന്ന് n-ലേക്ക്. പദമാറ്റം 12ൽ നിന്ന് 1000 ആണ്. അപ്പോൾ 1000 - 12 പൊതുവ്യത്യാസം 11 സമം 988/11 സമം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ് 89.8. ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. ഇതിൻ്റെ ഹരണം 988നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതിൽ ഒരു പൂർണ്ണസംഖ്യ എണ്ണൽ സംഖ്യ നമുക്ക് ഹരണഫലം കിട്ടില്ല, ദശാംശ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 11ൻ്റെ ഗുണിതം മൾട്ടിപ്പിൾ അല്ല 988. 11കളുടെ കൂട്ടമല്ല ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് 1000 ഈ ശ്രേണിയിലൊരു പദമല്ല. അപ്പോൾ അവിടെ ആൻസർ നോ എന്ന് എഴുതുക ടേബിളിൽ. ഇനി ടേബിളിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 21, 32, 43 എക്സിട്ര. അതിൽ 100 ഒരു പദമാകുമോ? 100 ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് ഫസ്റ്റ് ടേമാണ്, ഇത് nth ടേമാണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 32 - 21 സമം 11. സ്ഥാനമാറ്റം 1ൽ നിന്ന് n-ലേക്കാണ്. n-1 സമം പദമാറ്റം 21ൽ നിന്ന് 100ലേക്കാണ്. 100 - 21 പൊതുവ്യത്യാസം 11 സമം 79/11. അപ്പോൾ 79 11ൻ്റെ ഒരു ഗുണിതമല്ല, മൾട്ടിപ്പിൾ അല്ല. അതായത് 21നും 100നും ഇടയ്ക്കുള്ള വ്യത്യാസമായ 79 11കളുടെ കൂട്ടമല്ല, 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഗുണിതമല്ല. അതുകൊണ്ട് 100 ഈ ശ്രേണിയിലൊരു പദമല്ല. അപ്പോൾ നമ്മൾ ടേബിളിൽ നോ എന്ന് എഴുതുക. ഇനി ഇതേ ശ്രേണിയിൽ 1000 ഒരു പദമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. nth ടേം, ഇത് ഫസ്റ്റ് ടേം. പൊതുവ്യത്യാസം സെയിം ആണ് 11. ഇനി സ്ഥാനമാറ്റം 1ൽ നിന്ന് n-ലേക്ക് n-1 സമം പദമാറ്റം 21ൽ നിന്ന് 1000ലേക്ക്. അപ്പോൾ 1000 - 21 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11
സമം 979/11. 979/11. ഇനി 979-ൽ 11 ഹരിച്ചു പോകൂ, മൾട്ടിപ്പിൾ ആണോ ഗുണിതമാണോ എന്ന് നോക്കാൻ നമുക്കൊന്ന് ഹരിച്ച് നോക്കാം. 979 ഹരണം 11. 11 97-ൽ 8 പ്രാവശ്യം 88. 9 9 ഇറക്കിയിടുമ്പോൾ 99. 99-ൽ 11 9 പ്രാവശ്യം 99 ശിഷ്ടം, റിമൈൻഡർ 0 ആണ്. അപ്പോൾ 979-ൽ 11 89 പ്രാവശ്യം ഹരിച്ചു പോകും. അപ്പോൾ 21-നും 1000-നും ഇടയ്ക്കുള്ള അകലമായ 979 എന്ന് പറയുന്നതിൻ്റെ മൾട്ടിപ്പിൾ ഗുണിതമാണ്. 89 പ്രാവശ്യം ഇതിൽ ഹരിച്ചു പോകുന്നു. അപ്പോൾ ഹരണഫലം ഒരു പൂർണ്ണസംഖ്യ, എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് 1000 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ യെസ് എന്ന് കൊടുക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിലൊരു പദമാണെങ്കിൽ അത് എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. n-1 സമം 89 ആണ്. അപ്പോൾ n സമം 89 -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 സമം 90. ഇത് അപ്പോൾ 1000 ഈ ശ്രേണിയിലെ 90ാമത്തെ പദമാണ്. ഇനി ടേബിളിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ 1/4, 1/2, 3/4 എക്സെട്ര. ഈ ശ്രേണിയിൽ 3 ഒരു പദമാകുമോ? അപ്പോൾ 3 ഈ ശ്രേണിയിൽ ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. nth ടേം ആണെന്ന് വിചാരിക്കുന്നു. 1/4 എന്നുള്ളത് ഫസ്റ്റ് ടേം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം d സമം 1/2 - 1/4. ഇത് 1/4, 1/2, 3/4 എന്നിങ്ങനെ എടുത്താൽ നമുക്ക് ഈ 3, 4 ഇതിൽ ടേം ആണോ പദമാണോ എന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ക്രിയ ചെയ്തത് എങ്ങനെ കാണാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം 1/2 - 1/4. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ഇവയുടെ ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് അംശം നേരിട്ട് ക്രിയ ചെയ്യാവുന്നതാണ്. ഇവിടെ 1/2 ആണ്. ഈ 2-നെ നമ്മൾ 4 ആക്കിയാൽ മതി. 2-നെ 4 ആക്കാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അംശത്തിനെയും ന്യൂമറേറ്ററിനെയും കൂടെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. സമം 1 × 2 2 2 × 2 4 -1/4. ഇവിടെ ഛേദം തുല്യമാണ്. അത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് പൊതുഛേദമായിട്ട് നമുക്ക് 4 എടുക്കാം. ഇനി അംശം നേരിട്ട് ക്രിയ ചെയ്യാം. 2 - 1 സമം 1/4. അപ്പോൾ d സമം 1/4 എന്ന് നമുക്ക് കിട്ടി. ഇനി സ്ഥാനമാറ്റം 1-ൽ നിന്ന് n-ലേക്കാണ്. n-1 സമം പദമാറ്റം ടേം ഡിഫറൻസ് എന്നുള്ളത് 1/4-ൽ നിന്ന് 3-ലേക്ക്. അപ്പോൾ 3 - 1/4 പൊതുവ്യത്യാസം എന്നുള്ളത് 1/4. ഇനി നമുക്ക് ഇത് ഒന്ന് ക്രിയ ചെയ്യാം. 3 - 1/4 അതിനെ നമുക്ക് /1 ഇട്ട് കൊടുക്കാം. ഇവിടെയും നമുക്ക് ഛേദം തുല്യമാക്കാൻ, ഡിനോമിനേറ്റർ തുല്യമാക്കാൻ 4 കൊണ്ട് ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെയും ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 4 4. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 3 12 -1 × 1 1 സമം 11/4. അപ്പോൾ നമുക്ക് ഈ ഭാഗമാണ് 11/4 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സമം 11/4 /1/4 എന്ന് പറയുന്നത് ഹരണം 1/4. അപ്പോൾ /1/4 എന്ന് പറയുന്നത് ഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹരണം 1/4. ഇങ്ങനെ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ വിപരീത ഭിന്നം കൊണ്ട് ഗുണിച്ചാൽ മതി. 11/4 × 1/4-ന്റെ വിപരീത ഭിന്നം, അതായത് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അംശവും ഛേദവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മാറുന്നതാണ്. അപ്പോൾ 1/4 എന്ന് പറയുന്നത് 4/1. അപ്പോൾ 4ഉം 4ഉം ക്യാൻസലായി സമം 11. അപ്പോൾ n-1 ആണ് നമുക്ക് 11 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പൂർണ്ണസംഖ്യയാണ്, എണ്ണൽ സംഖ്യയാണ്, നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് ഈ ശ്രേണിയിലെ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ് 3. അപ്പോൾ ടേബിളിൽ നമുക്ക് യെസ് എന്ന് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ n-1 എന്നുള്ളതാണ് 11 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ n സമം 11 -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 സമം 12. അപ്പോൾ 3 12ാമത്തെ ടേമാണ്. ഇനി ഇതിൽ തന്നെ 1/4 1/2 3/4 എക്സെട്ര. 4 ഒരു പദമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് nth ടേം, ഇത് ഫസ്റ്റ് ടേം. പൊതുവ്യത്യാസം
1/4 സെയിം ക്വസ്റ്റ്യൻ ആണ്. സ്ഥാനമാറ്റം n-1 സമം പദമാറ്റം 1/4 നിന്ന് 4ലേക്ക്. അപ്പോൾ 4 - 1/4 പൊതുവ്യത്യാസം 1/4. ഇനി ഇതൊന്ന് നമുക്കിവിടെ ക്രിയ ചെയ്യാം. 4 - 1/4. അപ്പോൾ ഇവിടെ ഛേദം ഒന്നിട്ട് കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 4, 4 × 4 16, 1 × 1 -1 സമം 15/4 സമം ഈ അംശം ആണ് നമ്മൾ 15/4 കിട്ടിയത്. 1/4 എന്ന് പറയുന്നത് ഹരണം 1/4 ആയിട്ട് എഴുതാം. സമം 15/4 രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ വിപരീത ഭിന്നം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ ഇൻറ്റു 1/4 എന്നുള്ളത് 4/1. ഈ 4ഉം ഈ 4ഉം ക്യാൻസലായി. സമം 15. നമുക്ക് n-1 ഒരു എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് 4ഉം ഈ ശ്രേണിയിലെ ഒരു ടേമാണ്, പദമാണ്. ഇനി എത്രാമത്തെ പദം എന്നുള്ളത് n-1 സമം 15. അപ്പോൾ n സമം 15 -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 സമം 16. ഇത് 16ാമത്തെ ടേമാണ്. അപ്പോൾ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിൽ ഈ ആൻസറും കൂടെ എഴുതാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3/4, 1 × 1/2, 2 × 1/4 എക്സെട്ര. ഒരു സമാന്തര ശ്രേണി. ഇതിൽ 3 ഒരു പദമാകുമോ? ഇവിടെ 1 × 1/2, 2 × 1/4 ഇത് മിശ്രഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ്. അതിന് നമുക്ക് ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 3/4, 1/2നെ 2 × 1 2 +1 3, 3/2. ഇനി 2 × 1/4 4 × 2 8 +1 9/4 എക്സെട്ര. ഇതിൽ 3 ഒരു പദമാകുമോ? നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാം. d സമം 3/2 - 3/4 സമം ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുകയാണെങ്കിൽ ഇതിനെ 4 ആക്കാൻ × 2 അപ്പോൾ 6 4 -3/4. ഇത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 4, ഇതിൻ്റെ അംശം 6 -3 സമം 3/4. അപ്പോൾ d സമം 3/4. ഇനി നമുക്ക് സ്ഥാനമാറ്റം പൊസിഷൻ ഡിഫറൻസ് n-1 സമം ടേം ഡിഫറൻസ് 3/4 നിന്ന് 3ലേക്ക്. അപ്പോൾ 3 - 3/4 കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3/4. ഇനി ഇതൊന്ന് നമുക്ക് ക്രിയ ചെയ്യാം. 3 - 3/4 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 × 4 4. ഇനി 4 × 3 4 × 3 12 -3 സമം 9/4. അപ്പം നമുക്ക് ഈ അംശമാണ് നമ്മൾ 9/4, ന്യൂമറേറ്ററാണ് നമ്മൾ 9/4 എന്ന് കണ്ട്. 3/4 അതായത് ഹരണം 3/4. ഇപ്പോൾ 2 ഭിന്നസംഖ്യകൾ ഹരിക്കുന്നതിനായി രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ വിപരീത ഭിന്നം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ഗുണിക്കുക. അത് ഓരോ പ്രാവശ്യവും ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ടാണ്. 3/4ൻ്റെ വിപരീത ഭിന്നം റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/3. ഈ 4ഉം ഈ 4ഉം ക്യാൻസലായി. 3 9ൽ 3 പ്രാവശ്യം സമം 3. അപ്പോൾ n-1 എന്നുള്ളത് ഒരു എണ്ണൽ സംഖ്യയാണ്. അതുകൊണ്ട് 3 ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ ഒരു ടേമാണ്. ടേബിളിൽ നമുക്ക് എസ് എന്ന് എഴുതാം. ഇനി n-1 സമം 3 എങ്കിൽ എത്രാമത്തെ ടേമാണ്? n സമം 3 -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 സമം 4. അപ്പോൾ 3 എന്നുള്ളത് ഈ ശ്രേണിയിലെ 4ാമത്തെ പദമാണ്. 3/4, 3/2, 9/4 എക്സെട്ര. 4 ഒരു പദമാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇത് ഫസ്റ്റ്, ഇത് nth. d 3/4 ആണ്. സ്ഥാനമാറ്റം എന്നുള്ളത് പൊസിഷൻ ഡിഫറൻസ് n-1 സമം ടേം ഡിഫറൻസ് പദമാറ്റം 3/4 നിന്ന് 4ലേക്ക്. അപ്പം 4 - 3/4 കോമൺ ഡിഫറൻസ് 3/4. ഇതൊന്ന് നോക്കാം. 4 - 3/4 അപ്പോൾ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 4, 4 × 4 16 -1 × 3 3
സമം 13/4. അപ്പോൾ സമം അംശമാണ്, ന്യൂമറേറ്ററാണ് നമ്മളിപ്പോൾ കണ്ടത്. 13/4 ഹരണം 3/4. ഇപ്പോൾ ബൈ എന്ന് പറയുമ്പോൾ ഹരിക്കുകയാണ്. അപ്പോൾ ഹരണം 3/4 സമം 13/4 ഇൻറ്റു രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ വിപരീത ഭിന്നം 4/3/4 ആണ്. അപ്പോൾ 4/3. ഈ 4ഉം ഈ 4ഉം ക്യാൻസലായി 13/3. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഗുണിതമല്ല 13. അതുകൊണ്ട് n-1 എന്നുള്ളത് എണ്ണൽ സംഖ്യയല്ല. n-1 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ 4 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. അപ്പം കാരണം n-1 ഒരു എണ്ണൽ സംഖ്യ അല്ല. അതുകൊണ്ട് ഇത് ശ്രേണിയിലെ ഒരു പദമല്ല. എ സ്റ്റോറി ഫോർ യു. തേളും തവളയും പല പ്രാവശ്യം കണ്ടുമുട്ടി. ഓരോ പ്രാവശ്യം കണ്ടുമുട്ടുമ്പോഴും അവർ അവരുടെ പരിചയം പുതുക്കി. പതുക്കെ പതുക്കെ അവർ നല്ല സുഹൃത്തുക്കളായി. അപ്പോഴൊക്കെ തവളയുടെ കൂട്ടത്തിലുള്ളവർ തവളയോട് പറഞ്ഞു, വേണ്ട, തേളിൻ്റെ കൂട്ടുകൂടണ്ട, തേളിനെ വിശ്വസിച്ചുകൂടാ എന്ന്. പക്ഷേ തവളയ്ക്ക് തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഒട്ടും ഇഷ്ടമായില്ല. തവള അതിനൊന്നും പ്രതികരിക്കാതെ തേളിൻ്റെ കൂടെ കൂട്ടുകൂടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം തേള് പറഞ്ഞു, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് പുഴയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കടക്കാലോ. എനിക്കാണെങ്കിൽ ഈ പുഴയുടെ അപ്പുറം എന്താണ് ലോകം എന്ന് പോലും അറിഞ്ഞുകൂടാ. തവള പറഞ്ഞു, ഇതുപോലെയൊക്കെ തന്നെയാണ് അവിടെയും, എന്നാലും എനിക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. നിനക്ക് എന്നെ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ? തേള് ചോദിച്ചു. അതിനെന്താ, കൊണ്ടുപോകാലോ, തവള പറഞ്ഞു. എല്ലാ വാക്കും കൊടുത്ത് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ തവള ചിന്തിച്ചു, തേളിൻ്റെ അത്ര അടുത്ത് താൻ നിന്നിട്ടില്ല, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തേള് തന്നെ ചതിക്കുമോ? തവളയുടെ ആലോചന കണ്ട് തേള് ചോദിച്ചു, നീ എന്താ ചിന്തിക്കുന്നത്? ഞാൻ നിന്നെ ചതിക്കുമോ എന്നാണോ? ഒരിക്കലും ഇല്ലല്ലോ, നീ എൻ്റെ കൂട്ടുകാരനല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടി പുഴയുടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനായി തേള് തവളയുടെ പുറത്തേക്ക് കയറി. അങ്ങനെ തവള പതുക്കെ പുഴയിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തവളയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. തവള തേളിനോട് ചോദിച്ചു, തേളെ, നീ എന്നെ മുറുക്കി പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, തേള് പറഞ്ഞു. അങ്ങനെ പുഴയുടെ നടുക്കെത്തിയപ്പോൾ തേള് വല്ലാതെ തവളയെ മുറുക്കി പിടിക്കാൻ തുടങ്ങി. തവള പറഞ്ഞു, തേളെ, നീ എന്നെ ഇത്ര മുറുക്കി പിടിക്കരുത്, എനിക്ക് വേദനിക്കുന്നു. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തേളിൻ്റെ ആ പിടുത്തത്തിൻ്റെ മുറുക്കം കൂടി വന്നു. തവള പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ മുറുക്കി പിടിക്കരുത്, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല, ഞാനും നീയും ഈ പുഴയിൽ മുങ്ങിപ്പോകും. പക്ഷേ തേള് തൻ്റെ പിടുത്തം മുറുക്കിക്കൊണ്ടേയിരുന്നു. രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. തവള ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുമെന്ന്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. കുട്ടികളെ, നമുക്കുമുണ്ട് ഒത്തിരി കൂട്ടുകാർ. സൗഹൃദം എന്നത് സുഹൃതമാണ്. പക്ഷേ ഇവിടെ തേള് അവസാനം പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല തവളെ, ഞാൻ ഇങ്ങനെയാണ് ചില സുഹൃത്തുക്കൾ. നമ്മൾ എത്ര ജീവൻ കൊടുത്ത് വിശ്വസിച്ചാലും തിരിച്ചു വിശ്വസിക്കാൻ കൊള്ളില്ല എന്നറിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടുകൂടും. സൗഹൃദങ്ങൾ സൂക്ഷിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയതും തന്നിട്ടുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ഫോർ നൗ. താങ്ക് യു.